നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹൽവയാണ് കേട്ടോ. അമൃതം പൊടി നമ്മൾ 6 മാസം മുതൽ 3 വയസ്സ് പ്രായം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ന്യൂട്രി മിക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹൽവയ്ക്ക് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള ഒരു 5 ശർക്കരയുടെ ക്യൂബാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ച് ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയ്ക്ക് അധികം മധുരമില്ല, അതേപോലെ തന്നെ ചെറിയ ക്യൂബാണ് കേട്ടോ അതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൽവയ്ക്ക് എന്തോരം മധുരം വേണം അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് നിശ്ചയിക്കുക. അതേപോലെ തന്നെ ഹൽവയ്ക്ക് കുറച്ച് ഡാർക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കറുത്ത ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ശർക്കര നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഹൽവയ്ക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 240 ml കപ്പിൽ 1 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് 1 കപ്പ് 240 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നല്ല പോലെ ഒട്ടും കട്ടകളില്ലാതെ പോലെ നമുക്കിത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 240 ml കപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഹൽവയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊരു അരിപ്പ വഴി നല്ല പോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സിൽ ഒട്ടും തന്നെ തരികൾ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യണം, എന്നാലാണ് നമുക്ക് നല്ല പോലെ തരികളൊക്കെ മാറ്റി പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കൊറ്റൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് മൊത്തമായിട്ടുള്ള കൊറ്റൻ അങ്ങനെ പോയി കിട്ടും. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ അരിപ്പയിൽ നമുക്ക് കൊറ്റനും വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൊറ്റൻ നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 2-3 പ്രാവശ്യം ഇതേപോലെ നമ്മുടെ ഹൽവയുടെ മിക്സ് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, അതല്ലെങ്കിൽ അരിപ്പൊടിയും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക, ഒട്ടും കട്ടകളില്ലാതെ തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അമൃതം പൊടി ചേർക്കുന്ന സമയത്ത് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഈ സമയത്ത് ചേർക്കുന്നില്ല. ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് നമ്മുടെ ഹൽവയുടെ മിക്സ് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിലങ്ങ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ അമൃതം പൊടിയുടെ മിക്സ് നമ്മൾ റെഡിയാക്കി അരിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഹൽവ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കടായ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരട്ടെ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവ ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കോൺഫ്ലവറിന് പകരമായിട്ട് മൈദയോ അതല്ലെങ്കിൽ അരിപ്പൊടി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ ഹൽവ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തത് കാരണം തന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട അധികം അങ്ങനെ പിടിച്ചാലും ഹൽവ തിന്നാനോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഹൽവയ്ക്ക്. നിങ്ങൾക്ക് ഏലക്ക പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമ്മുടെ വാനില എസൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹൽവയ്ക്ക്. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാണ് നമ്മുടെ ഹൽവയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടി തിക്കായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഹൽവ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി. ഇനി ഈ സമയത്ത് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് തുടരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാണ് നമ്മുടെ ഹൽവയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ അതാവുന്നത് വരയ്ക്കും നമ്മളിത് നല്ല പോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി നല്ലപോലെ കുക്കായിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നല്ല പോലെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ കയ്യിലുമൊക്കെ തന്നെ എല്ലാ ഹൽവയുടെ ആ മിക്സ് ഒരുമിച്ച് പോരുന്നത്. അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ വിട്ട് വരണം, നമ്മൾ കയ്യിലോട്ട് പൊക്കുമ്പോൾ വിട്ട് വരണം, അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് പരുവത്തിന് എടുത്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ഹൽവ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഹൽവ സെറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഹൽവയുടെ മിക്സ് ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ലെവലാക്കാണ്. അപ്പോൾ ടീസ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീസ്പൂണിന് നമ്മുടെ ഹൽവയുടെ മിക്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ലെവലാക്കി എടുക്കാനും പറ്റും. അതല്ലെങ്കിൽ നെയ്യ് തടവിയില്ലെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാനും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് തടവിയത്. അപ്പോൾ ഇതേപോലെ അങ്ങ് നല്ല പോലെ നമുക്ക് ലെവലാക്കി കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തണുക്കാൻ വെക്കണം, അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാലാണ് നല്ലപോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ തണുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമൃതം പൊടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ഹൽവയുടെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നല്ലപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് മുറിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൽവ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം മാറ്റാൻ പാടുള്ളൂ കേട്ടോ, അതല്ലെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടില്ല.
അപ്പോൾ ദാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഹൽവ. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് തിക്നെസ്സിലല്ല കേട്ടോ നമ്മുടെ ഹൽവ എടുത്തിരിക്കുന്നത്. അപ്പോൾ തിക്കായിട്ട് വേണമെങ്കിൽ ഇത് കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുക. അപ്പോൾ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ കാണാം നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല പോലെ സെറ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ചട്ടി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവെന്ന് പറയണില്ലേ, അത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റായിട്ട് കിട്ടൂല. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ. വായിലേക്ക് ഇട്ട അലിഞ്ഞു പോകുന്നൊരു പരുവല്ലേ, അതേപോലത്തെ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഹൽവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.